ലെനോവോയുടെ ലെനോവോ യോഗ ടാബ് പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബായിട്ടാണ് ഈ ഒരു ടാബ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല വെയിറ്റ് ഒരു മിനിറ്റ്, സംഭവം ശരിയാണ്, നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ കോമ്പറ്റീഷനും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതാണ് ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ? എന്തായാലും നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ 12.7 ഇഞ്ചിൻ്റെ 3K റെസൊല്യൂഷനിൽ വരുന്ന LCD പാനലാണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2944x1840 ആണ്. പിന്നെ കൂടിയ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 900 നിറ്റ്സ് ആണ്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം അല്ലേ? അല്ല, വളരെ മികച്ചത് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ടാബിന് വേണ്ട ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഇതിൽ ടാബിളുടെ കാര്യത്തിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ്, ബാക്കി ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബിന് വേണ്ട ഫീച്ചേഴ്സ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. ഭയങ്കരം എക്സെപ്ഷനിലാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അപ്പം എക്സെപ്ഷനിലാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ കൊടുക്കണമായിരുന്നു. എന്തായാലും ഞാനും സമ്മതിക്കുന്നു, തിരക്കേടില്ലാത്ത ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, എങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അത് ഇതിൻ്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. അതുമാത്രമല്ല LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും മികച്ച റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ തന്നെ 16 GB റാമും 256 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ നമ്മൾ കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus Pad 2 36,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം അതിൽ നമുക്ക് ഈ ഒരു സെയിം പ്രോസസ്സറാണ് ലഭിക്കുന്നത്. അത് 36,000 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഇതേ സെയിം പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റ് വേറെ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ ഒരു ടാബിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ 16 GB റാം വരുന്നുണ്ട്. അതിൽ 8 GB റാമാണ് വരുന്നത്. പിന്നെ 12 GB റാം വെർഷന് ആ ഒരു ടാബിൻ്റെ വില 39,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹാർമൺ കാർഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ZUI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ടാബിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും വലിയ യൂസ് ഒന്നും ഇല്ലാത്ത 2 മെഗാ പിക്സൽ ഒരു സെൻസറുമാണ് വരുന്നത്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാലോ. ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ ആണെന്ന് പറയാവുന്നതാണ്. പിന്നെ ടാബുകളുടെ കാര്യത്തിൽ നമ്മൾ ക്യാമറയെ പറ്റി അധികം നോക്കിയിട്ട് കാര്യമില്ല. പൊതുവേ നമ്മൾ ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസായിട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുക, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ക്യാമറ ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ ടാബുകളിൽ. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ അധികം പറയുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലായാലും ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ എന്നേ ഞാനും പറയുള്ളൂ. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ 10,200 mAh ബാറ്ററി വരുന്നുണ്ട്. നല്ല ബാറ്ററി കപ്പാസിറ്റിയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡാണ്. Type C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ USB 3.2 Gen 1 സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം അല്ലേ? ഓക്കെ, വളരെ മികച്ച ബാറ്ററി സെറ്റപ്പ് എന്ന് ഞാൻ പറയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ബാറ്ററി സെറ്റപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള OnePlus Pad 2 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പം ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡാണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി അതിൽ കുറച്ചൊന്ന് കുറവാണ്, എന്നാലും ഏകദേശം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി അതിലും വരുന്നുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 640 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.52 mm ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ലെനോവോ ടാബ് പെൻ പ്രോയുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് ബോക്സിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പം ടാബിൻ്റെ ബോക്സിൽ ഒരു സ്റ്റൈലസ് പെൻ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ? അത് ഞാൻ സമ്മതിച്ചു. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ബോക്സിൽ തന്നെ ആ ഒരു സ്റ്റൈലസ് പെൻ കിട്ടുന്നു എന്നുള്ളത്. പിന്നെ ഈ ഒരു ടാബിൽ കീബോർഡിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈഡൽ ടീൽ എന്നുള്ള ഒരു കളർ വേരിയൻ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. വിലയുടെ കാര്യം നോക്കിയാൽ
16 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 44,999 രൂപയാണ്. 16 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 47,999 രൂപയാണ്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ടാബ്ലറ്റ് ഒക്കെ തന്നെയാണ്. അപ്പം മികച്ചൊരു പ്രോസസ്സർ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത്. എൻ്റെ അഭിപ്രായത്തിലും ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. OnePlus Pad 2 എന്നുള്ള ടാബ്ലറ്റ് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലാണെങ്കിൽ സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്, ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഇപ്പം ബാറ്ററി കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്, OnePlus Pad 2ൻ്റെ ബോക്സിൽ ആ ഒരു സ്റ്റൈലസ് പെന്ന് വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ തന്നെ 16 GB റാം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഇതിൽ വരുന്നുണ്ട്. അപ്പം അതും കൂടിയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാബിൻ്റെ ബോക്സിൽ സ്റ്റൈലസ് പെന്നൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ OnePlus Pad 2 കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും നിങ്ങൾ ഇതിൽ ഏത് അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.